ഇ.കെ. നായനാരെ തടഞ്ഞുള്ള ഒരുപാട് സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തിന് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെ സ്വർണ്ണക്കടത്ത് ആരോപിച്ച് ഒരു കരിങ്കൊടി കാണിച്ചുള്ള സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരളയിലുമായി ബന്ധപ്പെട്ടുള്ള സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് സോളാർ വിഷയത്തിൽ ഉമ്മൻചാണ്ടിക്ക് നേരെ കല്ലേറുണ്ടായ സാഹചര്യമൊക്കെ തന്നെ കേരളം കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ സമരരീതി ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെയുള്ള ഈ സമരം തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഉഷ ജോസഫ് എന്ന് പറയുന്ന ഒരു തൊഴിലുറപ്പ് ജീവനക്കാരിയുടെ ഒരു പാവപ്പെട്ട സ്ത്രീയുടെ വയറ്റിൽ 5 വർഷം മുൻപ് നടന്നൊരു ശസ്ത്രക്രിയയിൽ അവിടുത്തെ ഡോക്ടർമാർക്കും അവിടുത്തെ നഴ്സിനും പറ്റിയൊരു പിഴവ് അതിപ്പോൾ കണ്ടെത്തുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇങ്ങനെ ആരോഗ്യമന്ത്രിയെ വഴിതടയുന്ന ഒരു സമരത്തിലേക്ക് കോൺഗ്രസ് നീങ്ങുന്നത്. പക്ഷേ ഇന്ന് സമരം ഏറ്റെടുത്തിരിക്കുന്നത് ആരാണ്? KSU ആണ് സമരം ഏറ്റെടുത്തിരിക്കുന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പ്രശ്നവുമില്ലാത്തതുകൊണ്ടാണ് KSU ആരോഗ്യ മേഖലയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. ഇന്ന് ആരോഗ്യമന്ത്രിക്കെതിരെ സമരം നടത്തുന്നത് KSU ആണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ പറയട്ടെ, രാജ്യത്ത് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഏതാണ്ട് 19,000 സ്കൂളുകൾ അടച്ചുപൂട്ടിയിട്ടുണ്ട്. 19,000 സ്കൂളുകൾ അടച്ചുപൂട്ടിയിട്ടുണ്ട്. ഈ KSU ഏതെങ്കിലും സംസ്ഥാനത്ത് ഇതുപോലൊരു വലിയ സമരം ഏറ്റെടുത്തതായി ഞാൻ കണ്ടിട്ടില്ല. ഹിമാചൽ പ്രദേശിൽ മാത്രം ഏതാണ്ട് 700-ലധികം സ്കൂളുകളാണ് കഴിഞ്ഞ 5 വർഷത്തിന്, സർക്കാർ സ്കൂളുകളുടെ കാര്യമാണ്, സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടിയത് സ്കൂളുകൾ ലയിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട്. PM ശ്രീ ഒപ്പുവെച്ചപ്പോൾ വലിയ സമരം, വലിയ പ്രതിഷേധം കേരളത്തിൽ KSU സംഘടിപ്പിച്ചുവല്ലോ. PM ശ്രീ ഒപ്പുവെച്ച് PM ശ്രീൻ്റെ ഭാഗമായുള്ള നടപടികളുമായി ഹിമാചൽ പ്രദേശിലും കർണാടകത്തിലുമൊക്കെ തന്നെ അവിടുത്തെ സർക്കാരുകൾ മുന്നോട്ട് പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് KSU ഒരു വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നം എന്ന് കണ്ട് അവിടെ സമരമുയർത്താത്തത്? അപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ ഇവിടെ വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങളല്ല, ആരോഗ്യ മേഖലയിലെ പ്രശ്നം ഏറ്റെടുത്തുകൊണ്ടാണ് KSUയുടെ ഈ ഒരു സമരം നടക്കുന്നത്. പക്ഷേ എങ്ങനെയാണ് ആ സമരം എന്നത് ആരോഗ്യമന്ത്രിയെ വഴിയിൽ തടയുക, ആരോഗ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ച് അവരുടെ മുന്നോട്ടുള്ള യാത്ര തടസ്സപ്പെടുത്തുക, അവിടെ ഒരു സംഘർഷ സാഹചര്യം ഉണ്ടാക്കുക. പക്ഷേ ഇത് എത്രത്തോളം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ സമരങ്ങൾ വേണം, സമരങ്ങൾ ഉണ്ടാകണം. ജനപ്രതിനിധികൾ ശരിയായ രീതിയിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ അവർക്കെതിരെ അതിശക്തമായ സമരങ്ങൾ ഉണ്ടാകണം. കേരളം അതിശക്തമായ സമരങ്ങൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള സമരങ്ങളിലൂടെ തന്നെയാണ് കേരളം വളർന്നു വന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ ഈ സമരം ശരിയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് യോജിപ്പില്ല എന്നതാണ്. കാരണം ആരോഗ്യമന്ത്രിയെ നിങ്ങൾ രാഷ്ട്രീയമായി പരാജയപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടത്തണം. തെരഞ്ഞെടുപ്പ് കാലമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സമരം നടക്കുന്നത്? അത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് തന്നെയാണ് ഈ സമരം നടക്കുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഒരാഴ്ചയ്ക്കകം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിലടക്കം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകണം. അപ്പോൾ ഈ വിഷയങ്ങൾ ആളിക്കത്തിക്കാനുള്ള ഒരു സമരമാണ് ഇപ്പോൾ ഈ നമ്മൾ കണ്ണൂരിലൊക്കെ തന്നെ കണ്ടത്. ഏതായാലും അതിനെതിരെ ഇപ്പോൾ അതേ രീതിയിൽ തിരിച്ചടിക്കുന്ന ഒരു സമര രീതിയിലേക്ക് ഇപ്പോൾ ഇടതുപക്ഷവും നീങ്ങിയിട്ടുണ്ട്, ഇടത് വിദ്യാർത്ഥി സംഘടനയും നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വലിയ സംഘർഷമായി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് മാറുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെയുണ്ട്. ഏതായാലും ഈ സമരമൊക്കെ നടക്കുന്നത് ഒരു ആരോഗ്യ മേഖലയിലെ വിഷയം ചൂണ്ടിക്കാണിച്ചാണ്. ഞാൻ കഴിഞ്ഞ ചർച്ചയിലൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത്, ഇത് പൊതു ആരോഗ്യ രംഗത്തെ ആകെ തകർത്ത് കളയുന്ന രീതിയിലേക്ക് ഈ സമരം നീങ്ങുന്നത് ഒരിക്കലും കേരളത്തിന് നന്നാകില്ല. കേരളം എപ്പോഴും രാജ്യത്ത് വ്യത്യസ്തമായി അടയാളപ്പെടുത്തുന്നത് പൊതുമേഖലയുടെ അല്ലെങ്കിൽ പൊതുജന സർക്കാർ സംവിധാനങ്ങളുടെ മെച്ചപ്പെട്ട പ്രകടനം കൊണ്ടാണ്. അത് സ്കൂൾ വിദ്യാഭ്യാസ കാര്യത്തിലായിക്കോട്ടെ, അതുപോലെ തന്നെ ആരോഗ്യരംഗത്തായിക്കോട്ടെ, ഈ പൊതുജനാരോഗ്യ വിഷയങ്ങളിലായിക്കോട്ടെ, കേരളം പ്രത്യേകമായി അടയാളപ്പെടുത്തുന്നത് പ്രത്യേകിച്ച് സർക്കാർ സംവിധാനങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോഴാണ് നമ്മൾ സർക്കാർ മേഖലയിലെ ഈ മെഡിക്കൽ കോളേജുകളുടെ കാര്യത്തിലും അതുപോലെ തന്നെ സർക്കാർ ആശുപത്രികളുടെ കാര്യത്തിലുമൊക്കെ തന്നെ ഈ ആരോഗ്യരംഗം തകർന്നു എന്ന രീതിയിലുള്ള വലിയ പ്രചരണവുമായി ഇപ്പോൾ പ്രതിപക്ഷം രംഗത്ത് വരുന്നത്. അത് തീർച്ചയായും കേരളത്തിലെ ആരോഗ്യരംഗത്തിന് ഗുണം ചെയ്യില്ല, അത് സ്വകാര്യ മേഖലയ്ക്ക് ഗുണം ചെയ്യുള്ളൂ. അതുകൊണ്ട് ഈ ഒരു സമരവും ഇങ്ങനെ മന്ത്രിമാരെ തെരുവിൽ തടഞ്ഞൊക്കെയുള്ള ഒരു സംഘർഷ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നത് തീർച്ചയായും അത് നല്ല സന്ദേശം നൽകില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.